പിന്നെ റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ചു നല്ല റിസൾട്ട് തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്നു. ഇപ്പോൾ മോശമില്ലാത്തത് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇവൻ്റെ എല്ലാ കാര്യത്തിലും അവൻ്റെ തീരുമാനം തന്നെയായിരുന്നു. 10th കഴിഞ്ഞ് കൊമേഴ്സ് എടുക്കാന്നുള്ളത് തീരുമാനം. എന്നാൽ ഓക്കെ, കൊമേഴ്സ് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ACC ആണെന്ന് പറഞ്ഞു. അതിനെപ്പറ്റി കൂടുതലൊന്നും അറിയില്ല, എന്നാലും അവൻ്റെ ഇഷ്ടമായിരുന്നു അത്. നന്നായി പഠിച്ചു, നല്ല മാർക്ക് കിട്ടിയതിൽ സന്തോഷം. അതൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്നു. പിന്നീടാണ് ഇപ്പോൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ചേരുന്നത്. അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ഒരു ഫ്രണ്ടിനെ പോലെയാണ് ഇവനെ കരുതിയിരുന്നത്. അപ്പോൾ എന്തിനും എപ്പോഴും വിളിക്കാനായാലും അതുപോലെ സംശയങ്ങൾ പറഞ്ഞു കൊടുക്കാനായാലും ഒക്കെ വളരെ താല്പര്യപൂർവ്വം അവർ ശ്രമിച്ചു. അതായത് എക്സാമിന് 1 മാസം മുമ്പേ തന്നെ നമ്മളെ ക്ലാസ് ഏകദേശം കഴിഞ്ഞിരുന്നു. ഇനിയുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം ക്വസ്റ്റ്യൻ പ്രാക്ടീസാണ്. അതിനു വേണ്ടിയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, എക്സാം എഡ്ജ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് വളരെയധികം ഹെൽപ്ഫുള്ളായി എന്നേ പറയാൻ പറ്റും. കാരണം സാർ പ്രാക്ടീസ് ചെയ്ത ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് ആ എക്സാം ഹാളിൽ നിന്ന് ആ ക്വസ്റ്റ്യൻ കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ടെൻഷൻ മാറി കോൺഫിഡൻ്റായി മാറുക ചെയ്തത്. ശരിക്കും എക്സാം എഴുതുമ്പോൾ ലൈക്ക് ആ ക്ലാസ് കേട്ട ഫീല് അതുപോലെ തന്നെ നമുക്കത് എക്സാമിൽ റിഫ്ലക്റ്റ് ചെയ്യാൻ പറ്റി. അത് നല്ല ഹാപ്പിനെസ് ആയിരുന്നു. പിന്നെ റിസൾട്ട് വന്നേര സമയത്തും എക്സ്പെക്റ്റ് ചെയ്തിരുന്നു ഏകദേശം ഇതേ മാർക്ക് തന്നെ കിട്ടുന്നുള്ളത്. അതിൽ ഹാപ്പിയായി. ഇതിലും ഇനിയും വാങ്ങാൻ പറ്റുന്ന ആഗ്രഹമുണ്ട്, വാങ്ങും. കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആക്സസ് ചെയ്യണം, റിജക്ട് ചെയ്യണം. താങ്കൾ പറയുന്നതാണ് നോൺ ക്രെഡിറ്റ് വാല്യൂ ചെയ്യാൻ നമുക്ക് പല മെത്തേഡ്സ് ഉണ്ട്. ഏതാ ക്യാരിങ് എമൗണ്ട്, നെറ്റ് ബുക്ക് വാല്യൂ, ഹിസ്റ്റോറിക് കോസ്റ്റ് വാല്യൂ ചെയ്യാം. അപ്പോൾ സാറ് ഓരോ ഏരിയ കഴിയുമ്പോൾ അതിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാറ് ഓരോ ക്വസ്റ്റ്യൻ ചെയ്യിപ്പിക്കുമ്പോൾ നമ്മളെ കോൺഫിഡൻസ് കൂടി വരും. അതുപോലെ തന്നെ ഏത് സമയവും നമ്മൾ ചെയ്ത ആൻസർ സാർ റിവ്യൂ ചെയ്ത് തന്നിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ എക്സാമിന് എനിക്ക് ബെനിഫിറ്റായി തോന്നിയത്. അതിൻ്റെ ബെനിഫിറ്റ് എൻ്റെ മാർക്കിലും റിഫ്ലക്റ്റ് ആയി.